പുരാതന കാലം മുതൽക്കേ ഭാരതീയ ഋഷി പരമ്പരകൾ രുദ്രാക്ഷം ശരീരത്തിൽ ധരിച്ചു വരുന്നതായി കാണാം. ഭക്തി വിശുദ്ധി പ്രതീകങ്ങളായി കണക്കാക്കുന്ന രുദ്രാക്ഷത്തിന് ഔഷധ ഗുണങ്ങളും ഏറെയാണ്. ഇലിയോകാർപേസി സസ്യകുടുംബത്തിൽപ്പെടുന്നതാണ് രുദ്രാക്ഷം. നേപ്പാളിലും ഉത്തരേന്ത്യൻ നിത്യഹരിത വനങ്ങളിലും എന്ന പോലെ കേരളത്തിലും രുദ്രാക്ഷം കാണപ്പെടുന്നുണ്ട്. ഓഷധികൾ, വൃക്ഷങ്ങൾ, കുറ്റിച്ചെടികൾ, തൃണങ്ങൾ മുതലായവയെ ഉൾപ്പെടുത്തുന്ന സസ്യസാമ്രാജ്യത്തിലെ പ്ലാന്റ് കിങ്ഡത്തിലാണ് രുദ്രാക്ഷം ഉൾച്ചേരുന്നത്. രുദ്ര എന്നത് ശിവനും അക്ഷം എന്നത് കണ്ണും ആകുന്നു. രുദ്രാക്ഷത്തെ ശിവന്റെ കണ്ണായി കണക്കാക്കി ഭക്തിപൂർവം ധരിച്ച് പൂജിക്കുന്നു. രുദ്രാക്ഷം ഒരു പൂജനീയ വസ്തുവായതിനു പിന്നിലെ പുരാണകഥ ദേവി ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തിൽ പറയുന്നുണ്ട്. അത് ഇപ്രകാരമാണ്. വളരെ പണ്ട് ത്രിപുരൻ എന്നു പേരായ അതിശക്തിമാനും പരാക്രമിയുമായ അസുരപ്രമാണി ഉണ്ടായിരുന്നുവത്രേ. ദേവഗണങ്ങളെയെല്ലാം തോൽപ്പിച്ച് ത്രിപുരൻ എല്ലാം തന്റെ അധീനതയിൽ കൊണ്ടുവന്നു. പൊറുതിമുട്ടിയ ദേവന്മാർ മഹാദേവനിൽ അഭയം പ്രാപിച്ചു. ത്രിപുരനെ വധിക്കാൻ തക്ക മാർഗം എന്താണുള്ളത് എന്ന ആലോചനയിൽ മുഴുകി മഹാദേവൻ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു. ആ നിമിഷത്തിനിടയിൽ 1000 ദിവ്യവർഷങ്ങൾ കടന്നുപോയി എന്ന് പറയുന്നു. ഇതിനിടെ മഹാദേവന്റെ ത്രിനേത്രങ്ങളിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ ഭൂമിയിലേക്ക് പതിച്ചു. അതിൽ രുദ്രാക്ഷ വിത്തുകൾ ഉണ്ടായിരുന്നത്രേ. അവ വീണിടത്ത് രുദ്രാക്ഷ മരങ്ങൾ ഉണ്ടാവുകയും ചെയ്തുവത്രേ. മഹാദേവന്റെ സൂര്യനേത്രത്തിൽ നിന്നുണ്ടായ രുദ്രാക്ഷങ്ങൾക്ക് രക്തവർണവും ചന്ദ്രനേത്രത്തിൽ നിന്നുണ്ടായവയ്ക്ക് ശ്വേതവർണവും അഥവാ വെളുത്ത നിറവും, അഗ്നി നേത്രത്തിൽ നിന്നുണ്ടായവയ്ക്ക് കൃഷ്ണവർണവും അഥവാ കറുത്ത നിറവുമാണ് ഉണ്ടായത്. സൂര്യനേത്രത്തിൽ നിന്ന് 12 വിധ രുദ്രാക്ഷങ്ങളും ചന്ദ്രനേത്രത്തിൽ നിന്ന് 16ഉം അഗ്നിനേത്രത്തിൽ നിന്ന് 10 വിധ രുദ്രാക്ഷങ്ങൾ ഉണ്ടായതായി പറയപ്പെടുന്നു. ഒടുവിൽ ത്രിപുരനെ പരമശിവൻ തന്നെ വധിക്കുന്നു. ആയതിനാൽ പരമശിവന് ത്രിപുരാന്തകൻ എന്ന നാമവും വന്നു ചേർന്നു എന്നതാണ് ഐതിഹ്യം. രുദ്രാക്ഷത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഉപനിഷത്താണ് രുദ്രാക്ഷ ജപാലോപനിഷത്ത്. വിധിപ്രകാരം രുദ്രാക്ഷം ധരിക്കുകയാണെങ്കിൽ ശിവപ്രീതി നേടാമെന്നും ഏറെ ഗുണങ്ങൾ ഉണ്ടാകുമെന്നും പറയുന്നു. ബ്രഹ്മചാരി, ഗൃഹസ്ഥാശ്രമികൾ, വാനപ്രസ്ഥാശ്രമികൾ, സന്യാസികൾ എന്നീ 4 ആശ്രമത്തിൽപ്പെട്ടവർക്കും രുദ്രാക്ഷം ധരിക്കാം. രുദ്രാക്ഷം ധരിക്കുന്നതിൽ ധരിക്കുന്ന വ്യക്തികൾക്ക് അപകർഷതാ ബോധമുണ്ടാകുകയോ ധരിച്ചവരെ മറ്റുള്ളവർ നിന്ദിക്കുകയോ പാടില്ലെന്ന് നിഷ്കർഷിക്കുന്നു. അങ്ങനെ സംഭവിച്ചാൽ അത് ദോഷമായി ഭവിക്കുമത്രേ. 38 വിധത്തിൽ രുദ്രാക്ഷങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ ആദ്യത്തെ 14 തരത്തോളം രുദ്രാക്ഷങ്ങൾ വളരെ പ്രാധാന്യമുള്ളവയാണ്. ഏകമുഖി രുദ്രാക്ഷം വളരെ അപൂർവമായി മാത്രം ലഭിക്കുന്നതും അമൂല്യമായതുമാണ്. ദ്വിമുഖി രുദ്രാക്ഷം അർദ്ധനാരി സങ്കല്പത്തിലുള്ളതാണ്. യഥാക്രമം ത്രിമുഖി, ചതുർമുഖി, പഞ്ചമുഖി, ഷൺമുഖി, സപ്തമുഖി, അഷ്ടമുഖി, നവമുഖി, ദശമുഖി, ഏകദശമുഖി, ദ്വാദശമുഖി, ത്രയോദശമുഖി, ചതുർദശമുഖി രുദ്രാക്ഷം എന്നിങ്ങനെ രുദ്രാക്ഷ മുഖങ്ങളുടെ എണ്ണം അനുസരിച്ചാണ് രുദ്രാക്ഷങ്ങൾക്ക് നാമകരണം ചെയ്തിട്ടുള്ളത്. ഓരോ മുഖത്തിലെ രുദ്രാക്ഷങ്ങൾക്കും അതാത് ദേവസങ്കല്പങ്ങളുമുണ്ട്. രുദ്രാക്ഷധാരണം ശരീരത്തെ ഒരു കവചം പോലെ സംരക്ഷിക്കുന്നു. ശരീരത്തിലെ ഓറയെ ബലപ്പെടുത്തുവാൻ രുദ്രാക്ഷധാരണം കൊണ്ട് സാധിക്കുമെന്ന് പഠനം തെളിയിച്ചിട്ടുണ്ട്. പിത്തം, വിക്ക് മുതലായവ മാറിക്കിട്ടാൻ രുദ്രാക്ഷം നല്ലതാണെന്ന് ആയുർവേദം സമർത്ഥിക്കുന്നു.